ഇതിനൊരു 10,000 രൂപ കിട്ടും. റെഡ് ഫാം എന്ന് പറയും. റെഡ് ഫാം അല്ലേ? നനയ്ക്കാനൊരു ഭയങ്കര പ്രയാസം. ഞങ്ങൾ പുഴയിൽ നിന്ന് വെള്ളം അടിക്കല മോട്ടർ വെച്ചിട്ട്. എത്ര വർഷം നിന്ന്? 20 വർഷം. 20 വർഷം പ്രവാസിയായിരുന്നു. പിന്നെ ഞങ്ങൾ അധികം ആളുകൾക്ക് പരിപാടിക്കൊന്നും കൊടുക്കില്ല. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രകൃതിയെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളുണ്ടോ? എന്നാലുണ്ട്. ആ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ദാമോദരൻ ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. പ്രകൃതിയെ ഇത്രത്തോളം സ്നേഹിക്കാമെന്ന് തെളിയിച്ചു തന്ന ഒരു ചേട്ടനാണ് ദാമോദരൻ ചേട്ടൻ. ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഇത്രയും ചെടികളും വൃക്ഷങ്ങളും ഒക്കെ നട്ടിട്ട് ഈ ഒരു പ്രദേശം, ഈ ഒരു ഏരിയ ഒരു സ്വർഗം തന്നെ ആക്കി തീർത്ത പ്രിയ ചേട്ടനെ നമുക്ക് പരിചയപ്പെടാനും കുറച്ച് വീഡിയോസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് നമ്മൾ വന്നത്. ശരിക്കും പറഞ്ഞാലേ പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാർ വന്ന് കണ്ട് ഒന്ന് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. ഇതെന്ന് പറയുന്നത് നമ്മുടെ മുക്കം പ്രദേശമാണ്. മുക്കത്ത് അടുത്തുള്ള ആരോട് ചോദിച്ചാൽ അറിയാൻ കഴിയും ദാമോദരൻ ചേട്ടൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ ആൾക്കാർ. പക്ഷെ ഇങ്ങോട്ടേക്ക് വരാനുള്ള കവാടങ്ങൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുക. ഇതാണ് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്ത ദാമോദരൻ ചേട്ടന്. അപ്പം അദ്ദേഹം വന്ന് നമ്മളിതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. 16 വർഷത്തോളം അധ്വാനാണ് ഈ കാണുന്ന മുഴുവൻ അല്ലേ? ഔഷധങ്ങൾ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? അല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഔഷധങ്ങളായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. വെജിറ്റബിൾ ഐറ്റംസ് ഉണ്ട്. പിന്നെ എന്തൊക്കെയുള്ളത്? പിന്നെ കാര്യമായിട്ട് മുള തന്നെയാ. മുള പിന്നെ ചെടികളുണ്ട്, പിന്നെ ഇൻഡോർ പ്ലാന്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കുട്ടികളെ നോക്കുന്ന മാതിരിയാണ് ഇവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം ഇതൊക്കെ 16 വർഷങ്ങളോളായി നട്ടുപിടിപ്പിച്ചിട്ടല്ലേ? അപ്പൊ ദാമോദരേട്ടന്റെ ഒരുപാട് കഠിന അധ്വാനാണ് ഇത് കാണുന്നത് മുഴുവനും അല്ലേ? കഠിനാധ്വാനം മാത്രമല്ല, ഒരുപാട് സംഖ്യ ചെലവായിരുന്നു. ഒരുപാട് 15 ലക്ഷത്തിന്റെ അടുത്ത്. 15 ലക്ഷത്തോളം ചെലവും ഉണ്ടല്ലേ ഇതൊക്കെ ഓടായിട്ട് ചെയ്യാൻ? എന്തൊക്കെയല്ലോ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇവിടെ? കാര്യമായിട്ടില്ല ഇൻഡോർ പ്ലാന്റാ. അത് അവിടെ കാണും. ഇതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ചെടികളല്ലേ? ഈ ചെടിയൊക്കെ നല്ല വിലയുള്ള ചെടിയല്ലേ? എത്ര രൂപ? 1000 രൂപയോളം വിലയുള്ള ചെടികളാണ്. അപ്പം ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ സാധനം ഇവിടെ കിടക്കുന്നുണ്ടല്ലേ? ഇതിനൊരു 10,000 രൂപ കിട്ടും. റെഡ് ഫാം എന്ന് പറയും. റെഡ് ഫാം അല്ലേ? 10,000. അതിപ്പോ അടിയിന്ന് കുഴിച്ചെടുത്തിട്ട് വേറെ മാറ്റി കുഴിച്ചിടാൻ പറ്റുന്ന റെഡ് ഫാം അല്ലേ ഇതിന്റെ പേര്? നല്ല വില ഉണ്ട്. നല്ല വിലയുള്ള സാധനമാണ്. വലിപ്പത്തിനനുസരിച്ച് വില. ഇതിന്റെ വലിപ്പത്തിനനുസരിച്ച് അതിനൊരു 15 വർഷമായി. ഇതിനോ? അത് 15 വർഷത്തോളായല്ലേ? അത് വലിപ്പത്തിനനുസരിച്ച് അതിന്റെ വില അല്ലേ? പിന്നെന്താണ്, നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് ഇതാക്കിയതുകൊണ്ട് അതിൽ പൊരിക്കാൻ പറ്റില്ല. ഒരു ഗ്യാപ്പ് വരുമ്പോ അതിന്റെ ഭംഗി പോകും. അതെ, അപ്പൊ ഭംഗി നഷ്ടപ്പെടാതെക്കാനാണ് അങ്ങനെ അതുപോലെ വെക്കുന്നത്. അപ്പൊ ആർക്കും കൊടുക്കുന്നില്ല, സ്വന്തം ഇതിനകത്ത് തന്നെ പ്രകൃതിയെ സ്നേഹിച്ച് അങ്ങനെ പോവാ അല്ലേ? ടോയ് ചേട്ടന്റെ അതിമനോഹരമായിട്ടുള്ള സ്വർഗം. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ ഒരു നല്ല ആംബിയൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വളരെയധികം തണുപ്പാണ് ഈ ഏരിയയിൽ. ചേട്ടന്റെ വീടാണ് ഈ കാണുന്നത്. നമ്മൾ ഇതുപോലെ കൃഷികളും ഇതൊക്കെ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് പക്ഷികളൊക്കെ വന്നിരിക്കുന്നില്ല? പക്ഷികളൊക്കെ വന്നിരിക്കും. കാലാവസ്ഥക്ക് മാറ്റം വരുമല്ലേ, തണുപ്പല്ലേ, അവർക്ക് വലിയ വെള്ളവും കാര്യങ്ങളും നിങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ? പിന്നെ അതുപോലെ ഒരുപാട് ചക്കകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ ചക്ക ഇത് കഴിഞ്ഞല്ലോ 10 രൂപ വളരെ കുറവാണ്. ഇത് സാധാരണ മരം ആവൂലല്ലേ? ഇത് സാധാരണ ഒരു ചുവപ്പ് കളർ വരുന്ന ചക്കയാണല്ലേ? ഇതിപ്പോ 2-3 വർഷമായിട്ട്. 3 വർഷമായി. ഇതൊക്കെ ചെടികളാ. ഇത് എന്ത് ചെടിയാണിത്? ഇത് പിന്നെ ഒരു പുല്ല് പോലത്തെ ചെടിയാ. ഇത് അധികം റിസോർട്ടിലെ ആളുകൾ അതൊക്കെ വാങ്ങും. ഒരുപാട് ഒരു 10 വർഷമായി. 10 വർഷത്തോളം നിൽക്കും. ഇത്ര ഇതേ ഭംഗിയിൽ തന്നെ നിൽക്കും. ഒരു കുറ്റിച്ചെടി വളമൊന്നും കൊടുക്കണ്ട, വളവും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ പല ആളുകളും വന്ന് ചോദിക്കാനില്ലേ, കൊടുക്കാനില്ലേ. ഇതിന് ആവശ്യക്കാർ വന്നാലും നമ്മൾ കൊടുക്കുന്നില്ല. കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഭംഗി പോയി അല്ലേ? അതുപോലെ തന്നെ ഇതും ചെടിയാണ് കേട്ടോ. അതെന്ത് ചെടി? ലേഡീസ് ഫിംഗർ എന്ന് പറയും. ലേഡീസ് ഫിംഗർ. ഇതിന് ഭയങ്കര വിലയാ. ഒരു 1000 രൂപയൊക്കെയാണ് ഒരു ഇതിന്. നമ്മൾ ഇവിടെ നിലത്ത് വെച്ചിട്ടത് കൊണ്ട് അതിനത്ര ഡിമാൻഡ് കാണുന്നില്ല. അപ്പൊ നമ്മളിത് കാണുമ്പോൾ നമുക്ക് ഇതിന്റെ വിലകൾ മനസ്സിലാവില്ല. നിങ്ങൾ പറയുമ്പോൾ അതിന്റെ വില ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അല്ലേ? ഇവിടെ വന്നാല് നമുക്ക് ജനങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മള് വരുമ്പോ തന്നെ നല്ല തണുപ്പ് അതിനുണ്ട്. പിന്നെ ഒരു തേനീച്ചകൾക്കൊക്കെ തേനെടുത്ത് പോകാനും അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണവും ഇതിനകത്തുണ്ട്.
നല്ല പിന്നെ ഞങ്ങൾ അധികം ആളുകൾക്ക് പരിപാടിക്കൊന്നും കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല, ഷൂട്ടിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കില്ല. ഇതൊക്കെ നാശാക്കിയാളെന്നില്ല. അവര് ക്യാമറയിൽ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് കഴിഞ്ഞാൽ മൊത്തം വൃത്തികേടാവും. അപ്പൊ ഇതിന്റെ ഭംഗി തന്നെ നഷ്ടപ്പെട്ടു. ഓരോ കാര്യം കഴിഞ്ഞ് ഓല് പോകും. അതെ അതെ, അപ്പൊ നമുക്ക് വലിയ പ്രശ്നമായി. അതാണ് ഇതൊക്കെ വൃത്തികേടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഭംഗി നഷ്ടപ്പെട്ടു. താഴത്ത് പരിപാടിയൊക്കെ നടക്കുമ്പോൾ വേസ്റ്റൊക്കെ നടന്നു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് അറിയുന്ന ആളുകൾക്ക് പരിപാടി നടത്താൻ കൊടുക്കും, അല്ലാത്തവർക്ക് ഞങ്ങൾ കൊടുക്കില്ല. അത് അതിൽ പോരാൻ പറ്റുമോ? വേറെ വഴിയുണ്ടോ? അല്ല, വേറെ അത് നിങ്ങളെ സ്ഥലം തന്നെ മൊത്തത്തിലുള്ളത്. അപ്പം അവിടെ നിന്ന് പോരാനും പിടിക്കണം. മഴ പെയ്ത് നല്ല വെള്ളപ്പൊക്കമായിട്ട് വരുമ്പോ അങ്ങോട്ട് കയറി പോരും. വെള്ളം ആകുമ്പോ മൊത്തത്തില് മൂടിപ്പോവും. മൂടിപ്പോവല്ലേ? അപ്പൊ നമ്മളാ എന്തെങ്കിലും ഈ മഴ കഴിഞ്ഞ് വേനലാവുമ്പോൾ അതിന്റെ മണ്ണൊക്കെ നികത്തി രണ്ടാമത് പണ്ടത്തെ അതിൽ തന്നെ ആക്കിയെടുക്കും. ഇല്ല, അപ്പം ചളികളും വേസ്റ്റുകളൊക്കെ വന്ന് കെട്ടി നിൽക്കുവോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല, വെള്ളം കയറി മണ്ണ് ഇങ്ങോട്ട് അടിഞ്ഞു കൂടും. പിന്നെ നിങ്ങൾ ഞങ്ങൾ വൃത്തിയാക്കി എടുക്കാം. ഒന്ന് മണ്ണൊക്കെ നികത്തി എടുത്തിട്ട് നിർത്തിയിട്ടിട്ട്